തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിന് ചുറ്റും കറങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ വൃത്തങ്ങളെയും സോഷ്യൽ മീഡിയയെയും പിടിച്ചുലയ്ക്കുന്നത് ഒരു നിർണായക ചോദ്യമാണ്. ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകവും ഭാരതീയ ജനതാ പാർട്ടിയും കൈകോർക്കുമോ? 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചയാകുന്നത് ഈയൊരു സഖ്യ സാധ്യതയാണ്. ഇത് വെറുമൊരു ഊഹാപോഹമാണോ അതോ തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ സൂചനയാണോ? BJP വിജയ്ക്ക് മുന്നിൽ വലിയൊരു വാഗ്ദാനം വെച്ചിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. NDAയുടെ ഭാഗമാകുകയാണെങ്കിൽ വിജയ്ക്ക് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ BJP തയ്യാറാണെന്നും അതോടൊപ്പം ഏകദേശം 80 മുതൽ 90 സീറ്റുകൾ വരെ TVKക്ക് വിട്ടു നൽകാൻ BJP നീക്കം നടത്തുന്നുവെന്നുമാണ് വാർത്തകൾ. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിൽ BJPക്ക് എക്കാലവും ഒരു വലിയ പ്രാദേശിക മുഖത്തിന്റെ അഭാവമുണ്ടായിരുന്നു. വിജയ് എന്ന ജനപ്രിയ താരത്തിന്റെ യുവജന അടിത്തറ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. കരൂർ സംഭവത്തിന് ശേഷം വിജയോട് BJP സ്വീകരിച്ച മൃദു സമീപനം ശ്രദ്ധേയമായിരുന്നു. ഞങ്ങളുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്ന BJP നേതാക്കളുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ വെറുമൊരു വാക്കല്ല, അതൊരു കൃത്യമായ ക്ഷണമാണ്. ഇതിനിടയിൽ CBI അന്വേഷണം വിജയ്ക്കും അദ്ദേഹത്തോട് അടുത്തു നിന്നവർക്കും നേരെ തിരിയുന്നത് വിജയെ സമ്മർദ്ദത്തിലാക്കി സഖ്യത്തിലെത്തിക്കുവാനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഈ സഖ്യ ചർച്ചകളിൽ ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് AADMK ആണ്. തമിഴ്നാട് രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി DMKയും ADMKയും തമ്മിലുള്ള പോരാട്ടമാണ്. മുൻ മുഖ്യമന്ത്രി എടപ്പാടി K പളനിസ്വാമിക്ക് തന്റെ നേതൃത്വം പണയം വെച്ച് മറ്റൊരു സഖ്യത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. വിജയുടെ വളർച്ച AADMKയുടെ വോട്ട് ബാങ്കിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പഴനിസ്വാമിക്ക് കീഴിലല്ലാത്ത ഒരു സഖ്യത്തിന് ADMK തയ്യാറാകില്ല എന്നത് സഖ്യ സാധ്യതകളെ സങ്കീർണമാക്കുന്നു. DMK വിരുദ്ധ വോട്ടുകൾ TVKക്കും ADMKക്കും ഇടയിൽ വിഭജിക്കപ്പെടുന്നത് BJPക്ക് ഗുണകരമല്ല. ഈ വോട്ടുകൾ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇനി നമുക്ക് വിജയ് എന്ന രാഷ്ട്രീയക്കാരനിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തികച്ചും വ്യക്തി കേന്ദ്രീകൃതമാണ്. 234 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി താൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ച വിജയ് വിട്ടുവീഴ്ചയുടെ പാതയിലല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. BJP നയിക്കുന്ന സഖ്യത്തിൽ ഒരു ജൂനിയർ പാർട്ണറായി ഇരിക്കുക എന്നത് വിജയുടെ മാസ് ലീഡർ പ്രതിച്ഛായയ്ക്ക് ചേരുന്നതല്ല. തമിഴ് മണ്ണിൽ MGRനെയോ ജയലളിതയോ പോലെ ഒരു പരമാധികാരമുള്ള നേതാവാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അധികാരത്തിനായി മറ്റൊരു പാർട്ടിയുടെ തണലിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര രാഷ്ട്രീയ പ്രവേശനത്തിന്റെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. മറ്റൊരു വലിയ തടസ്സം പ്രത്യയശാസ്ത്രപരമാണ്. തമിഴ്നാട് എക്കാലത്തും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ്. ഹിന്ദി വിരുദ്ധ വികാരവും പ്രാദേശിക സ്വത്വവും ഇവിടെ അതിശക്തമാണ്. BJPയെ പ്രത്യയശാസ്ത്ര ശത്രു എന്ന് നേരത്തെ വിശേഷിപ്പിച്ച വിജയ് പെരിയാറിലും അണ്ണായിലും അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. BJPയുമായി സഖ്യമുണ്ടാക്കിയാൽ വിജയ്ക്ക് തമിഴ്നാട്ടിലെ വലിയൊരു വിഭാഗം വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ വിജയ് BJPയുമായി ചേർന്നാൽ DMKക്ക് അത് വലിയ ആയുധമാകും. കേന്ദ്രത്തിനെതിരെ തമിഴ് സ്വത്വത്തിന്റെയും സംസ്ഥാന സ്വയംഭരണത്തിന്റെയും ഏക സംരക്ഷകൻ തങ്ങളാണെന്ന DMKയുടെ വാദം അതോടെ ശക്തമാകും. വിജയെ BJPയുടെ B ടീം എന്ന് മുദ്രകുത്താൻ സ്റ്റാലിനും സംഘത്തിനും അതോടെ എളുപ്പമാകും. ഇത് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്തേക്കാം. ചില സർവേകൾ പ്രകാരം TVKക്ക് 20% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. കടലാസിൽ BJPയും TVKയും ചേർന്നാൽ അത് വലിയൊരു ശക്തിയാകുമെന്ന് തോന്നും. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം കൂടി ചേർന്നാൽ അതൊരു തൂത്തുവാരലിന് പോലും കാരണമായേക്കാം. വിജയുടെ താരപദവി വോട്ടായി മാറുമോ എന്നത് കണ്ടുതന്നെ അറിയണം. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന തന്ത്രം ഇവിടെ ഫലിക്കുമോ? അതോ വോട്ടുകൾ പല തട്ടിലായി വിഭജിക്കപ്പെട്ട് DMKക്ക് വീണ്ടും അധികാരം ലഭിക്കുമോ? വിജയ് ഇപ്പോഴും തന്റെ നീക്കങ്ങളിൽ ഒളിച്ചുകളി തുടരുകയാണ്. TVK പ്രവർത്തകർ പോലും സഖ്യവാർത്തകൾ സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ വാർത്തകൾ വായിച്ചു, പക്ഷേ നേരിട്ടുള്ള വിവരമില്ല എന്ന നിഗൂഢമായ പ്രതികരണമാണ് പലരിലും നിന്നുണ്ടാകുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം അടുക്കുമ്പോൾ മാത്രമേ ചിത്രം കൂടുതൽ വ്യക്തമാകൂ. നിലവിലെ സാഹചര്യത്തിൽ ADMKയും പളനിസ്വാമിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ ഒരു ഔദ്യോഗിക സഖ്യം പ്രായോഗികമല്ല. എന്നാൽ തിരഞ്ഞെടുത്ത ചില സീറ്റുകളിൽ അവിഹിതമോ നിശബ്ദമോ ആയ നീക്കുപോക്കുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ചുരുക്കത്തിൽ TVK BJP സഖ്യം എന്ന വാർത്തകൾ തലക്കെട്ടുകളിൽ നിറയാൻ നല്ലതാണ്. എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ
ഇതൊരു ലോങ് ഷോട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാം. വിജയ് തന്റെ സ്വതന്ത്രപാത തുടരുമോ അതോ അധികാരത്തിനായി സഖ്യമുണ്ടാക്കുമോ? തമിഴ്നാട്ടിലെ വോട്ടർമാർ എപ്പോഴും ഒരു ശക്തനായ നേതാവിനെയാണ് ആഗ്രഹിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ DMK സഖ്യം, NDA, വിജയുടെ TVK എന്നിങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് തമിഴ്നാട് നീങ്ങുന്നത്.